എന്തൊക്കെയായിരുന്നു. ഡബിൾ ഹാട്രിക്ക്, ഫസ്റ്റ് കളി ജയം, അവസാനം ഇവിടെ ഉണ്ടായിരുന്ന ശവത്തി കുത്തല്ലാളിയ, ശവത്തി കുത്തുവളിയ. എന്നിട്ട് ഒരു വെള്ള തുണിയും 2 ചന്ദനത്തിരിയും വാങ്ങിച്ച് നമ്മൾ കിടപ്പിക്കുള്ളിയ. നീയൊക്കെ ഒരു റിയൽ ഫുട്ബോൾ ഫാനാണ്. ഫുട്ബോൾ ഒരു ലെജൻഡിൻ്റെ ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് ഒരു ഫുട്ബോൾ ഫാനിൻ്റെ കടമയല്ലടാ. കളിയെ നമ്മളെ അണ്ണയില്ലേ ഡബിൾ ഹാട്രിക്ക് അടിക്കുകയും ചെയ്യും, എന്നിട്ട് ആ കളി ജയിക്കുകയും ചെയ്യും, ഈ വേൾഡ് കപ്പ് അടിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നിന്നോട് സഹതാപം. കാര്യം ഏതൊരു കളിയെടുത്താലും നീ തോക്കുന്ന ടീമിൻ്റെ പക്ഷത്തായിരിക്കും നിൽക്കുന്ന. IPL നീ RCB, ഫുട്ബോളിൽ നീ പോർച്ചുഗൽ. കഷ്ടം IPL ഞാൻ RCB സപ്പോർട്ട് ചെയ്ത് 18 വർഷം നീണ്ട ഉപന്യാസത്തിന് ശേഷം RCB അവസാനം കപ്പടിച്ചടാ. അത് മാത്രമല്ല ഒന്നിനു വരപ്പോൾ 2 കപ്പുണ്ടാ, 2 കപ്പ്. നീ ഇപ്പോൾ എന്തിനു പറഞ്ഞ ഉപന്യാസോ? അതാ ഫ്ലോലങ്ങ് വന്നത്. നിൻ്റെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാലേ എല്ലാ സമയം വെറുതെ പോകും. അതുകൊണ്ട് ഞാൻ നേരെ ബ്രസീൽ ഫാൻസോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങളോട് സംസാരിക്കാൻ അല്പമെങ്കിലും യോഗ്യതയുള്ള അവർക്കാണ്. നീയൊക്കെ ഇപ്പം പൊക്കോടാ, പക്ഷേ എനിക്കും ഒരു സമയം വരും, അന്ന് ഞാൻ നിന്നെ എടുത്തോളാം. എടുക്കണ ഞാൻ നടന്നോളാം. കാണാടാ. അളിയ, ഒരു പഴയ പഴഞ്ചൊല്ലുണ്ടായി, ഈ പട്ടിയുടെ ചെവിയിൽ വേദം മോദി കൊടുത്തിട്ട് ഒരു കാര്യമില്ല.